നമ്മൾ ഉണ്ടാക്കുന്നത് ഇടിച്ചക്ക കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇടിച്ചക്ക കൊണ്ട് നമ്മൾ തോരൻ ഉണ്ടാക്കാറുണ്ട്, കറി വെക്കാറുണ്ട്, കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം ചക്ക സീസണിൽ ഫേമസ് ആയൊരു സംഭവമാണ് ചക്ക ചില്ലി. പക്ഷേ ഇത് ഇടിച്ചക്ക മഞ്ചൂരിയനാണ്. ചില്ലിയിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. മാത്രമല്ല പ്രിപ്പയർ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടാവും, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ചക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇടിച്ചക്കയുടെ പരുവം ആയത് നോക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യരുത്, തോരൊന്നും അരിയണ പോലെ അരിയരുത്. ഇതായി കാണുന്ന രൂപത്തിൽ ശരിക്കും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുക. ഇനി അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അപ്പം നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം, ഇളക്കി ഇട്ട് കൊടുക്കണം. പക്ഷേ ഒരുപാട് ഓവറായിട്ട് വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യാനൊന്നും പറ്റില്ല, പിന്നെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ സ്റ്റീം ചെയ്തെടുത്ത ആ ചൂടോടെ തന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ തന്നെ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലമാവ് ഇല്ലെങ്കിൽ ഇതിന് പകരം മൈദമാവ് ഉപയോഗിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ ചൂടോടെ തന്നെ മിക്സ് ചെയ്യണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം, പക്ഷേ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം, എങ്കിലേ മസാലകളെല്ലാം അതിലേക്കൊന്ന് പിടിക്കുകയുള്ളൂ. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ. ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യരുത്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഡീപ് ഫ്രൈ ചെയ്യണ്ട. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കോട്ടിംഗ് ഉണ്ട്, നമ്മുടെ കടലമാവ് അതുപോലെ കോൺഫ്ലവർ എല്ലാം, അപ്പോൾ ആ കോട്ടിംഗ് എല്ലാം ഈ എണ്ണയിൽ അങ്ങ് പോയി പോകും. അപ്പോൾ അത് പോവാത്ത രീതിയിൽ നമ്മൾ എണ്ണ കുറച്ചൊഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഇത് ഒരുപാട് സമയത്തിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ ചക്ക അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചു വിട്ടൊന്നും ഇങ്ങനെ എടുത്താൽ മതി. കാരണം ചക്ക വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ആ കോട്ടിങ് മാത്രമേ ഇനി വേവാത്തുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വേവും. അറിയാലോ, വളരെ കുറച്ച് കോട്ടിങ്ങേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇളക്കിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതങ്ങ് കോരിയെടുക്കുക. കോരിയെടുത്ത ഉടനെ കഴിക്കാൻ പറ്റില്ല, അതിൽ വേറെ കുറച്ച് പ്രോസസ്സും കൂടിയും ബാക്കിയുണ്ട്. നമ്മൾ ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ കുറേശ്ശെ ചെയ്യുക. എപ്പോഴും സൂക്ഷിക്കേണ്ടത് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഫ്രൈ ചെയ്ത് ഏറ്റവും അവസാനം എല്ലാം കൂടി ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും, കാരണം ചക്ക വെന്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ കൂടുതൽ സമയം എടുക്കണ്ട. എണ്ണയിലിട്ട് ജസ്റ്റ് ആ ചൂടിലൊന്ന് എടുക്കണം. ഇതിപ്പോൾ ഏറ്റവും അവസാനത്തെ ബാച്ചാണ്. അപ്പോഴേക്കും എണ്ണ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ബാച്ചിലായപ്പോഴേക്കും പിന്നെ ഒരുപാട് എണ്ണ വേണ്ടല്ലോ. ഇതാ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. കോട്ടിംഗ് എല്ലാം ഇതിൻ്റെ പുറത്ത് തന്നെ അങ്ങനെ ഉണ്ടാവണം. എണ്ണ ഒരുപാട് ഉണ്ടായാൽ ആ കോട്ടിങ്ങൊക്കെ അതിന് പോവും. ഏറ്റവും അവസാനത്തെ ബാച്ച് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മുൻപേ ഫ്രൈ ചെയ്തതെല്ലാം ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഫ്ലെയിം ഉള്ള സമയത്ത് തന്നെയാണ്, ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്ത ബാച്ചെല്ലാം ഒന്ന് ചൂടാറി കാണും. അപ്പോൾ അതിനെ ഒന്നും കൂടി ഇതേ ചൂടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 5 to 6 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. എരിവ് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ കൂടെ റെഡ് ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അത് ഞാൻ 5 മുതൽ 6 ഒരു 5-5.5 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി ഇത്. കാരണം സോസ് പിന്നെ വേവാനൊന്നുമില്ല, മാത്രമല്ല ആ ചട്ടി ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് തന്നെ അത് റെഡി ആയിക്കോളും.
നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തത്തക്ക വിധത്തിലൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി ഒഴിക്കുക. അങ്ങനെ ചെയ്താൽ മതി. ചക്ക വെന്ത് കുഴഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ആവിയിൽ വേവിക്കുന്നത്, വെള്ളത്തിലിട്ട് വേവിക്കരുത്. ഞാൻ ഇപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞ് സെർവ് ചെയ്തതിന് ശേഷം കുറച്ച് വെളുത്ത എള്ള് വിതറി കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഓപ്ഷണലാണത്. ഇപ്പോൾ ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ചക്ക സീസണിൽ ചക്ക ചില്ലി ഫേമസ് ആയതായിരുന്നു. അപ്പോൾ ഇത് ഒരു ട്രൈ ചെയ്ത് നോക്കുക. ഇത് ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയോ കഴിക്കാനോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനോ ഒന്നും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലായിടത്തും ചക്ക ഇഷ്ടം പോലെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്